ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. നമുക്കിന്നേ ഒരു കിറ്റിനെ കുറിച്ച് പറയാനുള്ള ഒരു സംഭവമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് 1300 രൂപയ്ക്ക് കിറ്റ് കിട്ടുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് IRന്റെ ഇതുപോലത്തെ സെൻസർ ഉള്ള ഒരു കിറ്റാണ്. അത് വാട്സ് ലോക്ക് ഒന്നുമില്ല, മെമ്മറി ഇല്ല, ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു കിറ്റാണ്. അതുകൊണ്ടാണ് അത് 1300 രൂപയ്ക്ക് വിറ്റ് തീർക്കുന്നത്. അല്ലാതെ കിറ്റിന് വില കുറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം അതാണ്, കിറ്റിന് 1300 രൂപ അയക്കണമല്ലോ, നിങ്ങൾ എന്താ കുറക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. RFന്റെ റേഡിയോ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യണ 7 സ്പീഡ് കിറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വന്നത്. കുറേ പേര് അങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ നമുക്ക് നിവൃത്തിയില്ലാണ്ടാവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വരുന്ന റിമോട്ട്. 7 സ്പീഡാണ്. അതേപോലത്തെ 2 ബോർഡ് വരുന്നുണ്ട്. ഒന്ന് U ടൈപ്പ് ബോർഡും ഉണ്ട്, ഒന്ന് റൗണ്ട് ടൈപ്പും ഉണ്ട്. 24 വോൾട്ടിലുണ്ട്, 12 വോൾട്ടിലുണ്ട്. ഇത് രണ്ടിലും അവൈലബിൾ ആണ്. പിന്നെ കനോപ്പികൾ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് അതാണ്. കനോപ്പികൾ ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് വൈറ്റ് ഉണ്ട്, മാറ്റ് ബ്രൗണും അതേപോലെ തന്നെ റോസ് കളർ ഉണ്ട്, പിന്നെ ഐവറി ഉണ്ട്, വൈറ്റും ഉണ്ട്. ഇത്രയും കളറിൽ കനോപ്പികൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഈ ഒരു റൗണ്ട് ബോർഡ് ചെയ്യണതിൻ്റെ വേറൊരു ബെനിഫിറ്റ് ഉള്ളത്, നമ്മളുടെ പഴയ കപ്പ് ഉണ്ടാവും. ഇപ്പം ഓൾറെഡി കനോപ്പി യൂസ് ചെയ്യണ ഫാനിൻ്റെ ഉള്ളുണ്ട്, അതും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ തരുന്ന കനോപ്പിയും യൂസ് ചെയ്യാം. അപ്പം ഈ കളർ മാച്ച് ആവണില്ല, വല്ല നീലയോ പച്ച ഏതെങ്കിലുമൊക്കെ ഒരു കളറാണ് നമ്മളടുത്ത് ഇല്ലാത്തൊരു കനോപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് ആ പഴയ കനോപ്പിയും ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ചെറിയ ക്യൂട്ടായിട്ടുള്ള ബോർഡായതുകൊണ്ട്. ഇതിലാവുമ്പോൾ നമ്മൾ തരുന്ന കനോപ്പി മാത്രമേ പറ്റുള്ളൂ, ചെറിയ കനോപ്പി ഷൂട്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ വാൾ ഫാൻ്റെ കിറ്റ് ഉണ്ട്, പെഡസ്റ്റൽ ഫാൻ്റെ കിറ്റ് ഉണ്ട്. പിന്നെ അതേമാതിരി ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത്, നമുക്ക് പുതിയൊരു ഷോറൂമിൻ്റെ ഓപ്പണിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രീസർ വന്നിട്ടുണ്ട്. പിന്നെ AC ഇവിടെ നമുക്കിവിടെ 1.5 ടണ്ണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു 400 വാട്ട്സ് ആ റേഞ്ചിൽ വരുന്നതാണ്. റണ്ണിങ്ങിൽ 400 വാട്ട്സ്, സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം ഒരു 600 വാട്ട്സ്, ഒരു 800 വരെയൊക്കെ പോവും. 1.5 ടണ്ണ് ശ്രദ്ധിക്കണം. 1 ടൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 500 600 ആ വാട്ട്സിൽ വർക്ക് ചെയ്യണതുണ്ട്, 300 റണ്ണിങ്ങിൽ വർക്ക് ചെയ്യണതുണ്ട്. ഫ്രിഡ്ജിൻ്റെ വാട്ട്സൊക്കെ കേട്ടാൽ ഞാൻ ഞെട്ടിപ്പോവും. 30 വാട്ട്സിലൊക്കെയാണ് ഫ്രിഡ്ജ് വർക്ക് ചെയ്യണത്. റണ്ണിങ്ങിൽ 60, സ്റ്റാർട്ടിങ്ങിൽ 60ഉം റണ്ണിങ്ങിൽ 30 വാട്ട്സാണ്. 12 വോൾട്ട് ബാറ്ററിയിലും റൺ ചെയ്യാന്നുള്ളതാണ്. BLDCൻ്റെ ഹൈബ്രിഡ് ഫ്രിഡ്ജാണ്. അത് AC-യിലും വർക്ക് ചെയ്യിക്കാൻ പറ്റും, DC-യിലും വർക്ക് ചെയ്യിക്കാം, പാനൽ ഡയറക്റ്റും കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ നമുക്ക് ഒരുവിധമായിട്ട് ചെയ്യാം. എല്ലാം എത്തിയിട്ടുണ്ട്. പുതിയ ഓപ്പണായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇല്ലാത്തത്. തിരക്ക് ടൈം ആയതുകൊണ്ട്, അപ്പോൾ ഒരു ചെറിയൊരു സീസൺ ടൈമും കൂടിയല്ല, അതുകൊണ്ട് വീഡിയോ ചെയ്യാനുള്ളൊരു ടൈം കിട്ടാതെ പോയതുകൊണ്ടാണ്. പിന്നെ ബ്ലേഡ് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 വാട്ട്സ് 13 വാട്ട്സിൽ വാൾ ഫാനും ടേബിൾ ഫാനും പെഡസ്റ്റൽ ഫാനും ചെയ്യാന്നുള്ളതാണ്. 5 വാട്ട്സാണ് സിംഗിൾ സ്പീഡിൻ്റെ വാട്ട്സ് ലോഡ് എടുക്കുന്നത്. RPM എന്ന് പറഞ്ഞാൽ 1400 ആണ്. പിന്നെ സെമി ഹൈ സ്പീഡ് ബ്ലേഡ് വേറെ ഉണ്ട്. നോർമലി ഈ ബ്ലേഡിന് തന്നെ നല്ല എയർ ഡെലിവറി ഉണ്ട്. വാട്ട്സാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 13 വാട്ട്സ് 14 വാട്ട്സ് മാക്സിമം. ഒരു ടേബിൾ ഫാൻ, പെഡസ്റ്റൽ, ഇതെല്ലാം. സീലിംഗ് ഫാൻ എന്ന് പറയുന്നത് 28 വാട്ട്സ് എന്ന് പറയുന്നത് 28 വാട്ട്സ് ലോക്ക് ഉണ്ട്. 28 വാട്ട്സിന് മേലെ പോയാൽ കട്ട് ഓഫ് ആവും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഉള്ള ബോഡി ഉണ്ടാവും, 10-20 കൊല്ലം മുമ്പുള്ള ബോഡി. ആ ബോഡി ചെയ്യുമ്പോൾ അതിന് വാട്ട്സ് ലോക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബോർഡ് കത്തിപ്പോവും. അങ്ങനെ സംഭവിക്കാം. കാരണം 4-5 കിലോ വെയിറ്റ് ഒക്കെയാണ്, കാസ്റ്റ് അയണൊക്കെയാണ് ആ ബോഡി വരുന്നത്. അപ്പോൾ നമുക്കറിയില്ലല്ലോ കസ്റ്റമർ ഏതിലാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാട്ട്സ് ലോക്ക് ഉള്ളതുകൊണ്ടാണ് ഒരു ഓവർ സ്പീഡായ കട്ട് ഓഫ് ആവും. അതായത് ലോഡ് 28 വാട്ട്സിന് മേലെ പോയാൽ കട്ട് ഓഫ് ആവും. ഇപ്പോൾ 28 വാട്ട്സ്, പിന്നെ 28 വാട്ട്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്പീഡ് 28 ഇല്ല, 5 വാട്ട്സ് ആണ്. 5, 10, 15 എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറി വരികയാണ്. ഫുൾ ടോപ്പ് സ്പീഡിൽ പോകുമ്പോൾ, അതായത് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ടർബോ ആണ്. പിന്നെ ഒരു ഡൗട്ട് ഉള്ളത് റിമോട്ടിൻ്റെ പെയറിംഗ് ആണ്. അപ്പോൾ പെയറിങ്ങിനായിട്ട് പ്രത്യേകം വീഡിയോ വേണമെന്നില്ല. ഈ റിമോട്ട് ഫാൻ ഓഫ് ആക്കിയിടുക, റിമോട്ടിൻ്റെ ഓഫ് എന്ന് എഴുതിയ ബട്ടൺ നെക്കി പിടിക്കുക, ഇവിടെ ലൈറ്റ് വരും, നെക്കി പിടിച്ചുകൊണ്ട് ഫാൻ ഓൺ ചെയ്യുക. 2 ബസർ വരും, രണ്ടാമത്തെ ബസറിൽ പെയറായി. അതാണ് പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ളത്. അത് ഓൾറെഡി ഇപ്പോൾ ഈ ഒരു 5-6 മാസമായിട്ട് ആ അപ്ഡേഷനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നും കൂടി നമ്മൾ സ്പീഡൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ടിൽ വരുന്ന ഈ സർക്യൂട്ട്. അപ്പോൾ ഇതാണ് കോയിലിൻ്റെ കളർ. ശ്രദ്ധിച്ചാൽ നീല കളറാവും കോയിൽ വരിക ഇനി വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കിറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. വാൾ ഫാനും ടേബിൾ ഫാനൊക്കെ 1550 ആണ്. ബ്ലേഡിന് 100 രൂപയാണ്. പിന്നെ കൊറിയർ ചാർജ് അറിയാലോ, കേരളത്തിൽ 70 രൂപയാണ്. പുറത്തേക്കുള്ളത് അതാത് സ്റ്റേറ്റിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഫോർ ടെക് ബൈ ഫൈസൽ. സൈനിങ് ഔട്ട്. ബൈ.